നമസ്കാരം. നമ്മുടെ രാജ്യത്തെ കർഷകരുടെ സാമ്പത്തിക നില ഭദ്രമാക്കുന്നതിനും കാർഷിക ആവശ്യങ്ങൾക്കുള്ള പ്രാഥമിക ചെലവുകൾ തടസ്സമില്ലാതെ നടത്തുന്നതിനുമായിട്ട് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കി വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ജനക്ഷേമ പദ്ധതികളിൽ ഒന്നാണ് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി. രാജ്യത്തുടനീളമുള്ള കോടിക്കണക്കിന് ചെറുകിട നാമമാത്ര കർഷകരുടെയൊക്കെ തന്നെ വലിയൊരു ആശ്വാസമാണ് ഈ പദ്ധതി. കർഷകരുടെ ആവശ്യങ്ങളൊക്കെ തന്നെ തിരിച്ചറിഞ്ഞ് പ്രതിവർഷത്തിൽ ആകെ 6000 രൂപയാണ് ഈ പദ്ധതി വഴി നൽകി വരുന്നത്. കൃഷി ഇറക്കുന്ന സമയത്തും വിത്ത് വാങ്ങുന്നതിനും വളം, കീടനാശിനികൾ എന്നിവ സമാഹരിക്കുന്നതിനും കർഷകർക്ക് പെട്ടെന്ന് പണത്തിന് ബുദ്ധിമുട്ട് വരാതിരിക്കാനാണ് സർക്കാർ ഈ തുക തടസ്സമില്ലാതെ ലഭ്യമാക്കുന്നത്. ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയെ തന്നെ ശക്തിപ്പെടുത്തുന്നതിലും അതോടൊപ്പം തന്നെ കർഷകരെ കടക്കടിയിൽ നിന്നൊക്കെ തന്നെ ഒരു പരിധിവരെ സംരക്ഷിക്കുന്നതിലും ഈ പദ്ധതി നിർണായകമായിട്ടുള്ള പങ്കാണ് വഹിച്ചുകൊണ്ടിരിക്കുന്നത്. കിസാൻ സമ്മാൻ നിധി പദ്ധതി പ്രകാരമുള്ള ധനസഹായം ഒറ്റത്തവണയായിട്ടല്ല കർഷകരുടെ അക്കൗണ്ടിലേക്ക് എത്തിക്കൊണ്ടിരുന്നത്. ഒരു സാമ്പത്തിക വർഷത്തിൽ 2000 രൂപ വീതമുള്ള 3 തുല്യ ഗഡുക്കളായിട്ടാണ് ഈ തുക വിതരണം ചെയ്യുന്നത്. അതായത് 4 മാസത്തിലൊരിക്കൽ കർഷകന് 2000 രൂപ വീതം നേരിട്ട് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ലഭിക്കുകയാണ്. നേരിട്ടുള്ള പണക്കൈമാറ്റ സംവിധാനം ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ DBT വഴി ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നേരിട്ട് തുക എത്തുന്നത് ഇടനിലക്കാരുടെയൊക്കെ തന്നെ ചൂഷണം ഒഴിവാക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. എന്നിരുന്നാലും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നിർദ്ദേശിക്കുന്ന നിശ്ചിത മാനദണ്ഡങ്ങളൊക്കെ തന്നെ പാലിക്കുന്ന കർഷകർക്ക് മാത്രമേ ഈ തുക തുടർച്ചയായിട്ട് ലഭിക്കുകയുള്ളൂ. ഇതിനായി ബാങ്ക് അക്കൗണ്ടും ആധാർ നമ്പറും തമ്മിൽ ബന്ധിപ്പിക്കൽ, അതോടൊപ്പം തന്നെ കൃഷിഭൂമിയുടെ വിവരങ്ങൾ കൃത്യമായിട്ട് രേഖപ്പെടുത്തുന്ന ലാൻഡ് സീഡിംഗ് പ്രക്രിയ എന്നിവ പൂർത്തിയാക്കിയിരിക്കണം എന്ന നിബന്ധനയുണ്ട്. ഏതെങ്കിലും ഘട്ടത്തിൽ ഇവയിൽ തടസ്സമുണ്ടായാൽ അടുത്ത ഗഡുക്കളുടെ വിതരണം തടസ്സപ്പെടാനുള്ള സാധ്യതയുണ്ട്. പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ അർഹരായിട്ടുള്ള ആളുകളിലേക്ക് മാത്രം കൃത്യമായി എത്തുന്നുവെന്ന് ഉറപ്പിക്കാൻ സർക്കാർ ഇലക്ട്രോണിക് KYC അഥവാ KYC പൂർത്തിയാക്കൽ നിർബന്ധമാക്കിയിട്ടുണ്ട്. മുൻപ് KYC പൂർത്തിയാക്കാത്ത കർഷകർ എത്രയും വേഗം തന്നെ ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ടതായിട്ടുണ്ട്. മൊബൈൽ ഫോണിലെ PM കിസാൻ ആപ്ലിക്കേഷൻ വഴിയോ നിങ്ങളുടെ അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങൾ, കോമൺ സർവീസ് സെൻ്ററുകൾ CSC എന്നിവ സന്ദർശിച്ചോ ഈ KYC പ്രക്രിയ വളരെ എളുപ്പത്തിൽ തന്നെ പൂർത്തിയാക്കാം. ആധാർ കാർഡുമായി ബന്ധിപ്പിച്ച മൊബൈൽ നമ്പറിലേക്ക് വരുന്ന OTP ഉപയോഗിച്ചോ അല്ലെങ്കിൽ അക്ഷയ കേന്ദ്രങ്ങളിൽ ലഭ്യമായിട്ടുള്ള ബയോമെട്രിക് ഫിംഗർ പ്രിൻറ്റ് സംവിധാനം ഉപയോഗിച്ചോ ഇത് 5 മിനിറ്റ് കൊണ്ട് തന്നെ ചെയ്തെടുക്കാവുന്ന ഒരു പ്രക്രിയയാണ്. ഒരു തവണ ഇലക്ട്രോണിക് KYC വിജയകരമായിട്ട് പൂർത്തിയാക്കിയിട്ടുള്ളവർ ഇത് വീണ്ടും ചെയ്യേണ്ടതില്ല. എന്നാൽ ഇതുവരെ ഇത് ചെയ്യാൻ സാധിക്കാത്തവർ എത്രയും വേഗം തന്നെ ഈ പ്രക്രിയ പൂർത്തിയാക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. കിസാൻ സമ്മാൻ നിധി പദ്ധതി വഴി ആനുകൂല്യങ്ങൾ തടസ്സമില്ലാതെ ലഭിക്കുന്നതിന് പുറമെ കാർഷിക മേഖലയെ ഡിജിറ്റലൈസ് ചെയ്യുന്നതിൻ്റെയൊക്കെ തന്നെ ഭാഗമായിട്ട് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന അഗ്രിസ്റ്റാക്ക് ഫാർമേഴ്സ് രജിസ്ട്രിയിലും കർഷകർ പേര് രജിസ്റ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട്. രാജ്യത്തെ എല്ലാ കർഷകരുടെയും വിവരങ്ങൾ ഒരു കുടക്കീഴിൽ കൊണ്ടുവരാനും കൃത്യമായ വിവരശേഖരണം സാധ്യമാക്കാനുമാണ് ഈ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്വന്തമായിട്ട് കൃഷിഭൂമിയുള്ള എല്ലാ കർഷകരും ആധാർ കാർഡ്, ഭൂമിയുടെ നികുതി അടച്ച രസീത്, ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ, അതോടൊപ്പം തന്നെ ഫോൺ നമ്പർ എന്നിവ നൽകിക്കൊണ്ട് അഗ്രിസ്റ്റാക്ക് പോർട്ടലിൽ പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. ഈ വിവരങ്ങളൊക്കെ തന്നെ കൃഷിഭവൻ, വില്ലേജ് തലങ്ങളിൽ വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കിയ ശേഷമായിരിക്കും കർഷകർക്ക് ഡിജിറ്റൽ ഫാർമർ ID അനുവദിക്കുന്നത്. ഭാവിയിൽ കൃഷി വകുപ്പ് വഴിയുള്ള മുഴുവൻ ആനുകൂല്യങ്ങൾക്കും ഈ ഒരു ID അത്യാവശ്യമായി മാറുന്നതായിരിക്കും. കേന്ദ്ര സർക്കാരിൻ്റെയും സംസ്ഥാന കൃഷി വകുപ്പിൻ്റെയും ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പുകൾ സമയബന്ധിതമായിട്ട് പിന്തുടരുക എന്നത് ഓരോ കർഷകൻ്റെയും ഉത്തരവാദിത്തമാണ്. തങ്ങളുടെ ആനുകൂല്യങ്ങളൊക്കെ തടസ്സപ്പെട്ടിട്ടുണ്ടോ എന്ന് കൃത്യമായിട്ട് അറിയുന്നതിനായിട്ട് PM കിസാൻ ഔദ്യോഗിക വെബ്സൈറ്റിലെ നോ യുവർ സ്റ്റാറ്റസ് എന്ന സൗകര്യം നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താൻ സാധിക്കും. ഇതിലൂടെ ലാൻഡ് സീഡിംഗ്, KYC, ബാങ്ക് അക്കൗണ്ട് സീഡിംഗ്, ഈ 3 കാര്യങ്ങളിൽ നിലവിലത്തെ അവസ്ഥ കർഷകർക്ക് സ്വയം പരിശോധിക്കാനായിട്ട് സാധിക്കും. ഏതെങ്കിലും തരത്തിലുള്ള സാങ്കേതിക തടസ്സങ്ങളൊക്കെ കാണിക്കുകയാണെങ്കിൽ ഉടൻ തന്നെ അത് പ്രാദേശിക കൃഷിഭവനുമായിട്ടോ അക്ഷയ കേന്ദ്രങ്ങളുമായോ ബന്ധപ്പെട്ട് ഉടൻ തന്നെ പരിഹാരം കാണേണ്ടതാണ്. വ്യാജ സന്ദേശങ്ങളിലും തെറ്റായിട്ടുള്ള പ്രചരണങ്ങളിലും വീഴാതെ ഔദ്യോഗിക പോർട്ടലുകൾ മാത്രം വിവരങ്ങൾക്കായിട്ട് ആശ്രയിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. തീർത്തും സുതാര്യവും കാര്യക്ഷമവുമായിട്ടുള്ള രീതിയിലാണ് നിലവിലിപ്പോൾ PM കിസാൻ സമ്മാൻ നിധി പദ്ധതി മുന്നോട്ട് പോകുന്നത്. അടുത്ത സാമ്പത്തിക വർഷങ്ങളിലേക്കും കൃത്യമായ ഫണ്ട് വകയിരുത്തി പദ്ധതി സുഗമമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനാണ് കേന്ദ്ര സർക്കാരിൻ്റെ തീരുമാനം. അതിനാൽ തന്നെ കർഷകർ ആവശ്യമില്ലാത്ത ആശങ്കകൾ ഒഴിവാക്കി സർക്കാർ ആവശ്യപ്പെടുന്ന രേഖകളും വെരിഫിക്കേഷനുകളും ഒക്കെ തന്നെ കൃത്യസമയത്ത് തന്നെ നൽകിക്കൊണ്ട് ആനുകൂല്യങ്ങൾ ഉറപ്പാക്കേണ്ടതാണ്. ഗ്രാമീണ മേഖലയിലെ കർഷകരുടെ ഉന്നമനം ലക്ഷ്യമിട്ടുള്ള ഇത്തരം പദ്ധതികളുടെ പരമാവധി പ്രയോജനം അർഹരായിട്ടുള്ള എല്ലാവരിലേക്കും എത്തിക്കുന്നതിനായിട്ട് ആവശ്യമായ മുൻകരുതലുകളൊക്കെ തന്നെ സ്വീകരിക്കേണ്ടതാണ്. സംശയമുള്ളവർ തൊട്ടടുത്തുള്ള കൃഷിഭവനുമായിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങളുമായോ ബന്ധപ്പെട്ട് ആവശ്യമായ മാർഗ്ഗനിർദ്ദേശങ്ങളൊക്കെ തന്നെ തേടേണ്ടതാണ്. വളരെ പ്രധാനപ്പെട്ട ഈ അറിയിപ്പ് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക്, നിങ്ങൾക്ക് പരിചയമുള്ള വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്കും എല്ലാം തന്നെ ഷെയർ ചെയ്യുക. മറ്റൊരു അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ഷെയർ നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.